നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വിഷുക്കാലം കൂടി കടന്നു വരികയാണ്. ജ്യോതിഷപരമായി വളരെയേറെ പ്രാധാന്യമുള്ള സമയമാണ് വിഷു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒന്നാണ് ഭാഗ്യം. നനച്ചിരിക്കാതെയായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും ഭാഗ്യം കടന്നു വരുന്നത്. ശരിയല്ലേ? നനച്ചിരിക്കാതെ വരുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് കിട്ടുകയില്ല. എന്നാൽ നനച്ചിരിക്കാതെ സാമ്പത്തികമായാലും ചില കാര്യങ്ങൾ സമയത്ത് നമുക്ക് സാമ്പത്തികം ഒരുപാട് ആവശ്യമായ, അതായത് ആശുപത്രി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ അഡ്മിഷൻ കാര്യങ്ങളോ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തികം ഒരുപാട് വേണ്ട സമയം വരുമ്പോൾ അന്നേരം സാമ്പത്തികം കിട്ടത്തില്ല. പക്ഷെ ചിലപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മുടെ കയ്യിലേക്ക് സാമ്പത്തികം വരുന്നത്. അതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ 2024 വിഷു ചില ആളുകൾക്ക് വളരെ ഭാഗ്യം സമ്മാനിക്കുന്ന ഒരു സമയമാണ്. അതായത് വിഷു ഫലപ്രകാരം ചില നക്ഷത്രക്കാരായ സ്ത്രീകളുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ അധികം സൗഭാഗ്യം കൈവരുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷു സമയം. വിഷു മുതൽ ചില നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. എല്ലാ വിഷമങ്ങളും മാറും, സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളുടെ കുടുംബത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. വിഷു മുതൽ ഭാഗ്യം അനുഭവയോഗ്യമായി വരുന്ന സ്ത്രീ നക്ഷത്രക്കാർ ആരെല്ലാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തിക നക്ഷത്രമാണ്. അതായത് ഈ വിഷു മുതൽ അങ്ങോട്ട് ഭാഗ്യം, അതായത് വിഷു ഒരു വർഷത്തെ കാര്യമാണ് പറയുന്നത്. ആ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ സ്ത്രീ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യത്തിനും സന്തോഷത്തിനുമായി ധാരാളം അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വീടുകളിൽ ധാരാളം അവസരങ്ങൾ സന്തോഷത്തിനും സാമ്പത്തികമായിട്ടുള്ള സന്തോഷത്തിനാണെങ്കിലും അല്ലാതെയുള്ള എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങൾക്കും ഇടവരുന്ന ഒരു സമയമാണ് ഈ വിഷു മുതൽ. ഇവരുടെ കീർത്തി എല്ലായിടത്തും പരക്കും. അതായത് കാർത്തിക നാൾ കീർത്തിയേറുമെന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഇനി പറയണ്ട. എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ സ്ത്രീകൾക്ക് ഇവരുടെ കീർത്തി, അതായത് പഠിത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ ജോലി മുഖേനയായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ ബിസിനസ് പരമായിരിക്കും, ഇവർക്ക് കീർത്തിയേറുന്ന ഒരു സമയമാണ് ഈ അവസരം. അതായത് വിഷു മുതലുള്ള ഈ സമയം അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അത് പല മേഖലയിൽ നിന്നും നമ്മളെപ്പറ്റി 4 പേര് പറഞ്ഞ് ആ കാര്യം കേട്ട് സന്തോഷം വരാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്ന ഈ സമയമാണ്. ധനപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള ഒരു സമയമാണിത്. ബിസിനസ്സിൽ ഉയർച്ച നേടാനാകും. അതായത് കാർത്തിക നക്ഷത്രത്തിൽ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെയേറെ നല്ല സമയമാണ്. അല്ലാതെയുള്ള കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് നല്ല സമയമാണെങ്കിൽ പോലും ബിസിനസ് ചെയ്യുന്നവർക്ക് അതിലേറെ നല്ല സമയമാണ്. അത് ഭർത്താവുമായി ബന്ധപ്പെട്ടോ കുടുംബത്തിലോ ആരെങ്കിലുമായി ബന്ധപ്പെട്ടോ ആകാം. അപ്പം ചിലപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവരുടെ ഭർത്താവ് ബിസിനസ് സംബന്ധമായി ജോലി ചെയ്യുന്നെങ്കിൽ അവർക്കും ഈ കാർത്തിക നാൾ ജനിച്ച ഭാര്യയുടെ ഗുണം മുഖേന അവർക്കും നല്ല സമയം, നല്ല ഭാഗ്യങ്ങൾ എന്നിവ ലഭിക്കും. ഇവരുടെ നല്ല സമയം തെളിഞ്ഞു എന്ന് വേണം പറയാൻ. ഈ സമയം കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് തൊഴിൽ നേട്ടങ്ങൾ കൈവരും. തൊഴിൽ മേഖലയിൽ വളരെയേറെ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ്. ജോലി ഇല്ലാത്ത, അതായത് ജോലി PSC ഒക്കെ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്ന കുട്ടികൾക്കും ജോലി ലഭിക്കുക. അതായത് പെൺകുട്ടികൾക്ക് ജോലി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി നേടാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകാനും ആ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും പറ്റുന്ന ഒരു അവസരമാണ് ഈ വിഷു തൊട്ട് മുന്നോട്ട് വരുന്നത്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന അവർക്കും വളരെയേറെ ഉയർച്ചയും ജനങ്ങൾക്കിടയിൽ നല്ല പേരും. അതായത് ഒരു പൊതുപ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സമ്മതി നേടുന്നതാണ് വളരെ അത്യാവശ്യം. അത് നേടാനാവും. അതിനാൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സൗഭാഗ്യം വന്നു ചേരും. ഈ സമയം അതിന് വളരെയേറെ അനുകൂലമായ സമയമാണ്. ഇനി അടുത്തത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹ സാഫല്യം കടന്നു വരുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്നത്. വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുള്ള വീടുകളിലും പല മാറ്റങ്ങളും, ഇതുവരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന ഭവനങ്ങളിലെല്ലാം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുള്ള ഭവനങ്ങളിലെല്ലാം നല്ല മാറ്റം വരാൻ പോവുകയാണ്. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്.
ബന്ധുക്കളാൽ പലവിധ സഹായങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ചിലപ്പോൾ ചില ആളുകൾ ബന്ധുക്കളിൽ നിന്ന്, അതായത് ചില വിവാഹശേഷമൊക്കെ ബന്ധുക്കൾ മുഖേനയൊക്കെ പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് അവരിൽ നിന്നും സഹായവും അവർ വരുന്നത് അവരുടെ നിന്നുള്ള സന്തോഷങ്ങളും എല്ലാം അനുഭവിക്കാൻ പറ്റിയ ഒരു സമയമാണിത്. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഭർത്താവിനും കുട്ടികൾക്കും ഉയർച്ച നൽകാനായിട്ട് ഈ നക്ഷത്രക്കാർ മുഖേന സാധിക്കും. വീടുകളിൽ ഈ ആയില്യ നക്ഷത്രക്കാരുള്ളപ്പോൾ അവരുടെ ഭാഗ്യം കൊണ്ട് ഭർത്താവിനും മക്കൾക്കും, അതായത് ഭർത്താവിന് ജോലി സംബന്ധമായും കുട്ടികൾക്ക് പഠന സംബന്ധമായും ഉള്ള എല്ലാ ഉയർച്ചയും ലഭിക്കും. നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണിത്. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം എന്നുള്ള ആഗ്രഹമായിട്ട് കഴിഞ്ഞ കുറേ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാം പെട്ടെന്ന്, അത് ആയില്യ നക്ഷത്രം വെച്ച സ്ത്രീകൾക്ക് പെട്ടെന്ന് അത് സാധിക്കുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് വിഷു മുതൽ അങ്ങോട്ട് വരാൻ പോകുന്നത്. സന്തോഷമായിട്ടിരിക്കുക. അടുത്തത് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അവസരമാണ് കടന്നു വരാൻ പോകുന്നത്. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. തടസ്സങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ പല നല്ല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ വളരെയധികം സന്തോഷം പകരുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യം നല്ല നിലയിലായിരിക്കും. ആരോഗ്യപരമായി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടും വ്യതകളും അനുഭവിക്കുന്നവർക്ക് ആ ദുഃഖങ്ങളെല്ലാം മാറി നല്ലൊരു ആരോഗ്യസ്ഥിതി മെച്ചമാകുന്ന ഒരു സമയം കൂടിയാണ്. ഭർത്താവിനും സന്താനങ്ങൾക്കും ഭാഗ്യം അനുകൂലമായി വരും. അതായത് പൂരം നക്ഷത്രയിലല്ല, പൂരം നക്ഷത്രക്കാരുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കുമെല്ലാം വളരെയേറെ നല്ലൊരു സമയം കൂടിയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണിത്. വരവും ചെലവും നിയന്ത്രിക്കാനും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മനസ്സിലെ വിഷമങ്ങളും ക്ലേശങ്ങളും ഒഴിവാക്കാനാകും. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഏത് കാര്യത്തിനും മുന്നോട്ടിറങ്ങുമ്പോൾ അത് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം അതിൻ്റെതായ ഫലപ്രാപ്തിയിലെത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഇനി അടുത്തത് പൂരാടം. പൂരാട നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും വിഷു മുതൽ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ലഭിച്ചു തുടങ്ങാൻ പോവുകയാണ്. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കാണാൻ പോകുന്നുണ്ട്. വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ വന്നു ചേരും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കാത്തതാണല്ലോ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ആ ബുദ്ധിമുട്ടുകൾ മാറി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളാൽ നേടാനായിട്ടും നിങ്ങളാൽ സഫലമാകാനും സാധിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായി വളരെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുകയാണ്. പൊതുപ്രവർത്തകർക്കും അതുപോലെ സമയം നല്ലതാണ്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതായിട്ടുള്ള പൊതുപ്രവർത്തകർക്ക് വളരെ നല്ല സമയമാണ്. ഈ സമയം തൊഴിൽപരമായി വളരെ ഉയർച്ച നേടാനാകുന്ന ഒരു സമയം കൂടിയാണ്. ജോലി ലഭിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം കൈവരും. ശത്രുദോഷം ഒഴിവാക്കാൻ, ശത്രുദോഷം നിമിത്തം വിഷമിക്കുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാൻ സാധിക്കും. കുടുംബദേവതയും ഭദ്രകാളി ദേവിയെ ഒന്ന് ആരാധിക്കാനും കുടുംബ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വഴിപാടുകളും നേർച്ചകളും ഒക്കെ കണ്ട് കുടുംബ പരദേവതയെ ഒന്ന് കണ്ട് ഒന്ന് അവരെ സംപ്രീതരാക്കാനായിട്ട് കൂടി ശ്രമിക്കേണ്ടതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വിഷു മുതൽ വളരെ സൗഭാഗ്യങ്ങൾ തേടി വരാൻ പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാനാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഉയർച്ച കൈവരുന്ന സമയമാണ്. ഒരു കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ മാറി സാമ്പത്തികമായിട്ടുള്ള ഉന്നതി നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്ന മറ്റുള്ളവരിൽ മറ്റുള്ള ആളുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതുണ്ട്. അപ്പം മറ്റുള്ളവരിലേക്ക് സ്വീകാര്യത, നമ്മളെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകളെ അവർക്ക് സ്വീകരിക്കാൻ തോന്നുന്നത്. അപ്പോൾ മറ്റുള്ളവരിൽ നിങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത വർദ്ധിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കൂടുതൽ മതിപ്പ് തോന്നുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ തന്നെ വന്നു ചേരാം. അതായത് അനുകൂല ബന്ധങ്ങൾ വരും. വിവാഹത്തിന്റെ കാര്യങ്ങളിലേക്ക് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വളരെയേറെ നല്ല സമയമാണ്. ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ സഹായങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതായത് ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ലഭ്യമാവും. ചില പഠിത്തത്തിന് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ആളുകൾക്ക് ലോണൊന്നും കിട്ടാതിരിക്കുന്ന അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മാറി, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി ലോണ്, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. മറ്റൊരാൾ ചെയ്യുന്ന സഹായം നിങ്ങൾക്ക് വളരെയധികം മറ്റൊരാളിൽ നിന്ന്, ഇപ്പം നമ്മൾ ചില ആളിൽ നിന്ന് സഹായം, അതായത് അതും ചിട്ടി, ലോൺ മുതലായ തന്നെ, അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് സഹായം
ഇതിനെ അപേക്ഷിച്ചിട്ട് അത് കിട്ടാതിരിക്കുന്ന കിട്ടാതെ പല അവസരങ്ങളിൽ അത് പിന്നെ നീങ്ങി പല കാരണങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നവർക്കെല്ലാം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാകും. ലോണ്, ചിട്ടി തുടങ്ങിയവയെല്ലാം നമുക്ക് അനുകൂലമായി തന്നെ വരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല സന്തോഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. സന്താനങ്ങളുടെ ജോലിയായാലും അവരുടെ വിവാഹമായാലും അങ്ങനെ പല കാര്യങ്ങളിലും സന്തോഷം അവർക്കുണ്ടാകുന്ന സന്തോഷം കണ്ട് നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള അവസരം കിട്ടും. തീർച്ചയായും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയമാണ്. ഇത്രയുമാണ് വിഷു മുതൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന സ്ത്രീ നക്ഷത്രക്കാർ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നന്നായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. നമസ്കാരം.